അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ ഞാൻ കുറിവാക്യം 2 വാക്യങ്ങൾ വായിപ്പിക്കാം. ഇപ്പോൾ എടുക്കണ്ട. ഞാൻ 2-3 ആഴ്ചകൾക്ക് മുമ്പ് ഒരു ഭാഗം ഒന്ന് തൊട്ടുപോയി. എന്നാൽ ഇന്നും അതിനെ പൂർണ്ണ രൂപത്തിൽ കൊണ്ടുവരാൻ സാധിക്കാനുള്ളൊരു സമയമില്ല എന്നെനിക്കറിയാം. എന്നാൽ അതിൻ്റെ ഒരല്പം കൂടെ അതിൻ്റെ ഒരു നമ്മൾ പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഇൻട്രഡക്ഷൻസ് പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിച്ച് ആ ശുശ്രൂഷ അവസാനിപ്പിക്കാം. യേശു കർത്താവ് ഭൂമിയിലെ ശുശ്രൂഷ ചെയ്തു പോകുന്ന സമയങ്ങളിൽ ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശു കർത്താവ് ചെയ്തു. യേശു ഭൂമിയിൽ വന്നത് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാനല്ല. യേശു ഭൂമിയിൽ വന്നത് എന്നെയും നിങ്ങളെയും നരകത്തിൻ്റെ ആ അധീനതയിൽ നിന്ന് വിടിവിപ്പാൻ, കാൽവറിയിൽ തൻ്റെ പ്രാണനെ വെടിയുവാൻ വേണ്ടി തന്നെയാണ് യേശു വന്നത്. ഇപ്പം യേശു കർത്താവ് ഭൂമിയിൽ അവതരിച്ചതിൻ്റെ പിൻപിൽ എൻ്റെ രക്ഷയായിരുന്നു പ്രൈം. എൻ്റെ രക്ഷയായിരുന്നു. ഇപ്പം യേശുവിൻ്റെ ഭൂമിയിലെ ആ 33.5 തിരുവയസ്സ് വരെ യേശു ജീവിച്ചതിൻ്റെ ഇടയിൽ യേശു അത്ഭുതങ്ങൾ ചെയ്തു, അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്തു. പക്ഷെങ്കിൽ അതും നിസ്സാരമല്ല. പക്ഷെങ്കിൽ യേശുവിൻ്റെ കാൽവറി മരണമായിരുന്നു യേശുവിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം. പിതാവും ആഗ്രഹിച്ചത് അതുതന്നെയാണ്. പക്ഷേ യേശു പല സമയങ്ങളിലും അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും അതിശയങ്ങളും ഒക്കെ ചെയ്തതിൻ്റെ പിൻപിൽ 1-2 ഭാഗങ്ങൾ നമ്മൾ നോക്കിയാൽ അതൊന്നും വായിക്കേണ്ട, നമുക്ക് മനസ്സിലാകും. അവിടുത്തെ സിറ്റുവേഷൻസ് യേശുവിൻ്റെ മനസ്സിനെ ഉലച്ചതിനാലാണ്. അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെ ആരംഭം എവിടെയാത്? കാനാവിലെ കല്യാണത്തിൽ. അപ്പം യേശുവിന് ആ സിറ്റുവേഷൻ, താനും കൂടെ പങ്കെടുത്ത ഒരു വിരുന്നിൽ യഹൂദന്മാർക്ക് വളരെ പ്രാധാന്യം അർഹിക്കുന്ന വീഞ്ഞ് തീർന്നു പോയി. അതുകൊണ്ട് യേശുവും കൂടെ പങ്കെടുത്ത ഒരു യോഗമാണ് അല്ലെങ്കിൽ ഒരു ഫങ്ഷനാണ്. അവിടെ സെലിബ്രേറ്റഡ്, എല്ലാവരും സെലിബ്രേഷൻ മൂഡിലാണ്. അവിടെ വീഞ്ഞില്ലാതായിപ്പോയി. സ്തോത്രം. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി. നമ്മൾ പങ്കെടുക്കുന്ന ഒരു സദ്യ തന്നെ ആയിരിക്കട്ടെ, 100 ഐറ്റം ഉണ്ടെങ്കിലും ഒരെണ്ണം കുറഞ്ഞാൽ നമ്മൾ പറയും ഇന്ന് അതിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു, അല്ലേ? 100 ഐറ്റം ഉണ്ട്. എവിടെ കുറവുണ്ടോ അതിനെ നമ്മൾ പിൻപോയിന്റ് ചെയ്യും. ഇത് എല്ലാ മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ്. തികവിലല്ല നമ്മുടെ നോട്ടം, കുറവില്ല. അത് നമ്മുടെ പ്രകൃതിയാണ്. എത്ര നിറവുണ്ടെങ്കിലും ഒരു കുറവിൽ നമ്മളറിയാതെ നമ്മുടെ കണ്ണ് പോകും. ഇപ്പം യേശു ഉള്ള ആ ഒരു സന്ദർഭത്തിൽ പ്രത്യേകിച്ച് യേശുവിൻ്റെ അമ്മ മറിയ വന്ന് പറയുകയാണ്. സ്ത്രീയെ, യേശു അവിടെ എൻ്റെ ഒരു ലാംഗ്വേജിൽ പറയുകയാണ്, ഒരു ലാഘവ മനോഭാവത്തോടു കൂടിയാണ് ഇടപെടുന്നത് പോലും, അല്ലേ? ഒരു ലാഘവ മനോഭാവത്തോട്. പക്ഷെങ്കിൽ യേശു അവിടെ ഒരു അത്ഭുതം ചെയ്തു. തൻ്റെ നാമം മഹത്വപ്പെടുത്തി. അടയാളങ്ങളുടെ ആരംഭമായി. ഒരു സന്ദർഭം കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ പിടികിട്ടും. അടുത്ത ഒരു സന്ദർഭം, ലാസറിനെ യേശു എത്ര ഉയർപ്പിച്ചെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ? 300. ആരൊക്കെ അത്? ആരെ ആദ്യം? അറിയാം, നമുക്കെല്ലാം നല്ല വചനജ്ഞാനമുണ്ട്. ലാസറിനെ ഉയർപ്പിക്കുന്നതാകട്ടെ, യായിറോസിൻ്റെ മകളുടേതാകട്ടെ, നൈനിലെ വിധവയുടേതാകട്ടെ, ഉയർപ്പിക്കപ്പെട്ട ആ സന്ദർഭത്തിൽ യേശു അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു
അത്ഭുതം നടക്കണമെന്നവർ ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു ഭാഗം നിങ്ങളൊന്ന് അങ്ങനെ ഒന്ന് വായിച്ചു നോക്കണം. ഏകമകനെ നഷ്ടപ്പെട്ടു, 12 വയസ്സുള്ള ബാലിക, ഏക സഹോദരൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. 3 സന്ദർഭങ്ങളിലും ഒരു വിടുതൽ നടന്നിരുന്നു എങ്കിൽ നന്നായിരുന്നു എന്നൊരു സന്ദർഭമാണ്. അതവിടെ നിൽക്കുമ്പോൾ പുറപ്പാട് പുസ്തകത്തിലേക്ക് നമുക്ക് വരാം. പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഹോരേബോളും മോശ അന്ന് നടന്ന് കയറി. ഹോരേബോളും മോശ നടന്ന് കയറി. മോശ അവിടെ മുൾപടർപ്പ് കത്തുന്നതൊക്കെ കാണുന്നു, നമുക്കറിയാം ഭാവമൊക്കെ. പക്ഷെ ദൈവം പറയുന്ന ഒരു പദമുണ്ട്. മോശേ, ആദ്യത്തെ സംഭവം എന്താ പറഞ്ഞത് നമ്മൾ മറക്കരുത്. യേശു കർത്താവ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ വിടുതലുകൾ നടന്നു എന്ന് നമുക്കറിയാം. പക്ഷേ യേശു വന്നത് വിടുതലുകൾ നടത്തി അത്ഭുതങ്ങൾ നടത്തി അടയാളങ്ങൾ നടത്തി വീര്യപ്രവൃത്തികൾ നടത്തുവാൻ മാത്രമല്ല, അതിനിടയിൽ നടന്നു എന്ന് മാത്രമേ ഉള്ളൂ. യേശു വന്നത് എന്നെയും നിങ്ങളെയും രക്ഷിക്കാനാണ്, കാൽവരിയിലെ മരണത്തിന് വേണ്ടിയാണ്. പക്ഷെങ്കിൽ യേശു അത്ഭുതങ്ങൾ ചെയ്ത സന്ദർഭങ്ങളിൽ ആ സന്ദർഭങ്ങളിലെല്ലാം ഓരോ പ്രത്യേകതകളുണ്ടായിരുന്നു. പുരുഷാരത്തെ കണ്ട യേശു മനസ്സലിഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പുരുഷാരത്തെ കണ്ട് യേശു മനസ്സലിഞ്ഞെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്നതാ? എനിക്ക് ബ്ലസം പാസ്റ്ററിനെ കണ്ടിട്ട് ആഹാരം വാങ്ങി കൊടുക്കണമെന്നുള്ളൊരു മനസ്സലിവ് ഉണ്ടാകണമെങ്കിൽ എന്തായിരിക്കും ബ്ലസം പാസ്റ്ററിൽ കണ്ടത്? അദ്ദേഹത്തിൻ്റെ ശാരീരികമായി ആഹാരം വേണമെന്നുള്ള ആ വിശപ്പ് പ്രകടമാക്കുന്ന നിലയിൽ എല്ലാവരും നിലത്തല്ലേ ഇരുന്ന് 5000 പേരും. അവർ എഴുന്നേറ്റപ്പത്തേന് അല്ലേ, അവർ 3 ദിവസമായി എന്നോടുകൂടി ആയിരിക്കുന്നു. അപ്പം ഇവരുടെ ശരീരം കൊണ്ടുള്ള പ്രതികരണത്തിലൂടെ യേശുവിന് മനസ്സിലായി ഇവർക്ക് വിശക്കുന്നു. യേശുവിന് അല്ലെങ്കിലും മനസ്സിലായി എന്നുള്ളതല്ല, മനസ്സിലായി. പക്ഷെങ്കിൽ പ്രതികരിക്കുക ഇവർ. യേശു അത് കണ്ട് മനസ്സലിഞ്ഞു. പുറപ്പാട് പുസ്തകത്തിൽ യേശു അല്ലെങ്കിൽ പിതാവാം ദൈവം മോശയോട് പറയുന്നുണ്ട്, മോശേ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകയാൽ കാലിൽ നിന്ന് ചെരുപ്പഴിച്ചിടണം. പുതിയ നിയമസഭയിലെ പ്രത്യേകിച്ച് പെന്തക്കോസ്റ്റ് സമൂഹത്തിൽ ഇപ്പോഴും ചെരുപ്പ് പൂരിപ്പിക്കുന്നവരുണ്ട്, ചെരുപ്പ് ഇടിയിപ്പിക്കുന്നവരുമുണ്ട്. 2 എക്സ്ട്രീമിൽ നിൽക്കുന്ന വിഭാഗങ്ങളുണ്ട്. ചിലർക്ക് ഇത് ഇട്ട് നിൽക്കുന്നത് കണ്ട ഭയങ്കര, അന്നത്തെ അവരുടെ ആരാധന പോയി. പാസ്റ്റർ ഇന്ന് ഷൂ ഇട്ടിട്ടുണ്ട്, ഞാൻ ഇന്ന് വെറുതെ ഊരിയെന്നേ ഉള്ളൂ കേട്ടോ, കാല് വേർത്തത് കൊണ്ട്. അതൊന്നും ഒരു സിസ്റ്റമായിട്ട് നിങ്ങൾ ചിന്തിക്കല്ലേ. ചിലർക്ക് ഇത് ഇട്ട് കണ്ട പാസ്റ്റർ പറഞ്ഞിട്ടുണ്ട് സർവായുധവർഗം ധരിച്ചായി നിൽക്കുന്ന അരയിൽ പട്ടയുണ്ട്, ബെൽറ്റ്, കോട്ടെ, സൂട്ടെ, തലയിൽ ബെൽറ്റ്, സുവിശേഷത്തിന് ബൈബിള് കയ്യിൽ അല്ലേ, വാളില്ല പുള്ളിയുടെ കയ്യിൽ. പുള്ളി തന്നെ ഒരു വാളാണല്ലോ. ഇങ്ങനെയൊക്കെ അങ്ങ് ചിന്തിക്കും. പുതിയ നിയമ ഹോസ്പിറ്റലിൽ കാണുമ്പോൾ കാല ഷൂസ് ഉണ്ട്, സമാധാനത്തിനായുള്ള. അപ്പോൾ എല്ലാം ഉണ്ട്. അല്ലെങ്കിൽ പറയും ഇന്ന് പുള്ളി മോശയുടെ കൂടെ പാദത്തിൽ ഊരി. നിങ്ങൾ ഇതൊന്നുമല്ല നമ്മുടെ ലക്ഷ്യം. യേശുവുമായിട്ട് ആരാധനയിൽ സമ്പർക്കത്തിൽ ഏർപ്പെടാൻ സാധിച്ചോ? ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ നിന്നൊരു മെസ്സേജ് എടുത്ത് കാനമച്ചൻ അദ്ദേഹത്തിൻ്റെ അതിൻ്റെ ഒരു വിശുദ്ധ മണവാട്ടി സഭ എന്നുള്ള ഞാനിങ്ങനെ എവിടെയോട്ട് പോവുക യാത്ര ചെയ്ത്. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ കേട്ട് ഞാനതൊന്ന് അന്നേരം അതങ്ങനെ ഒന്ന് ഇത് ചെയ്തു. എന്തായാലും പറഞ്ഞത് എൻ്റെ പേജിൽ നിങ്ങൾ അങ്ങനെ ഒന്ന് വിസിറ്റ് ചെയ്യുമല്ലോ ഇടയ്ക്കൊക്കെ, ഒന്ന് കാണുവാണെങ്കിൽ നല്ലതാണ്. നിങ്ങൾ കേട്ടു നോക്കുക, നല്ലൊരു സന്ദേശം. ഒരു വിശുദ്ധ സംസർഗത്തിലേക്ക് ദൈവവുമായിട്ടൊരു ഇണപ്പിലേക്ക് വരാൻ കഴിയുന്നില്ല എങ്കിൽ കുറവുണ്ട് നമ്മളിൽ, എവിടെയോ ഒരു പ്രശ്നമുണ്ട്. സ്തോത്രം. നമ്മൾ വിവാഹത്തിൽ പറയാറുണ്ട്, മുപ്പിരി ചരട് അറ്റ് പോകുകയില്ല. പക്ഷെ അറ്റ് പോകുന്നില്ലേ പലരും, നമ്മളറിയുന്നവരുടെ നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കുന്നില്ലേ? സ്തോത്രം. സംഭവിക്കുന്നു.
ഒരിക്കലും സംഭവിക്കരുതാത്തതാ സംഭവിക്കുന്നത് അല്ലേ? ഞാൻ ആ ഭാഗത്തേക്ക് കയറാൻ എനിക്ക് പേടിയാണ്. എങ്കിലും ഞാൻ ഒന്ന് പറയാതെ എനിക്ക് മുമ്പോട്ട് പോകാൻ, എനിക്കത് പറയണമെന്നൊരു തോന്നല്. എനിക്ക് നിങ്ങൾക്ക് ചിലരെങ്കിലും വിഷമം ഉണ്ടാവും. നമ്മൾ കർത്താവിൻ്റെ വരവിന് വേണ്ടിയിട്ട് നോക്കി പാർത്തിരിക്കുന്ന കാന്തയാണ്. എന്തിനാ? ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം കാഴ്ചവെച്ച് കാണിക്കുകയാണ്. ദൈവത്തോടുകൂടെ മണിയറവാസത്തിന് വേണ്ടിയിട്ട് വിളിക്കപ്പെട്ട് കർത്താവിനോടുകൂടെ ഒരു കാന്തയായ ഞാനും കാന്തനായ കർത്താവ്, അല്ലെങ്കിൽ ഭാര്യ ഭർത്തൃ പോലെ ജീവിക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഭൂമിയിലെ കാന്തയെ വേണ്ട, ഭാര്യയെ വേണ്ട, ഭൂമിയിലെ ഭർത്താവിന്. അപ്പം നമ്മൾ ചിന്തിക്കണമേ, എവിടെയൊക്കെയോ കുറവുകളുണ്ട് നമ്മുടെ സഭയിൽ. ഞാനിത് പറയുന്നത് എനിക്ക് വിഷമമുണ്ട്, അല്പം ബുദ്ധിമുട്ടാണ് ഞാനിത് പറയുന്നതും. ഭൂമിയിൽ ഒരു പൊത്തുരത്വത്തിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് അതിനോട് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെങ്കിലും നമ്മൾ ചിന്തിക്കണമേ, നമ്മളറിയുന്ന ഉപദ്രവിക്കുന്ന, പീഡയേറ്റ് ശാരീരികമായി മാനസികമായി മദ്യത്തിനും മയക്കുമരുന്നിനും 7-ാം കൽപ്പനയും ലംഘിച്ച് നിൽക്കുന്ന ഒരു ഇതിലൊക്കെ നമുക്ക് എന്നാലും ഒരു പാസ്റ്റർക്ക് അതൊന്നും അങ്ങോട്ട് സിങ്ക് ആകത്തില്ല. നമ്മൾ പാടും അല്ലേ, അതുകൊണ്ട് ഭയങ്കര സൂക്ഷിക്കണം. ഈ ഏരിയകളൊക്കെ വിശുദ്ധനൊത്തവണ്ണമാണോ, വിശുദ്ധയ്ക്കൊത്തവണ്ണമാണോ എൻ്റെ കുടുംബം? ഓരോ ദിവസവും അതൊക്കെ ചിന്തിച്ചിട്ട് വേണം നമ്മൾ കർത്താവിനെ ആരാധിക്കുമ്പോൾ. ഈ വാക്കുകളെല്ലാം സ്വർഗത്തിൽ, ഈ വാക്കുകൾക്കെല്ലാം പ്രയോറിറ്റി ഉണ്ട് ദൈവമക്കളെ, സ്ഥാനമുണ്ട്. ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. നിങ്ങളുടെ കുടുംബജീവിതങ്ങളെല്ലാം ധന്യമാകട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കണം. അപ്പാ, എനിക്ക് എന്താ സകല കുടുംബത്തിനും പേർ കരുവാൻ കാരണമായവൻ ആരാ? യേശു കർത്താവ് മുഖാന്തരം എനിക്ക് കുടുംബജീവിതം നൽകിയിട്ടുണ്ടെങ്കിൽ, പല സാഹചര്യങ്ങളിൽ ജനിച്ചു വളർത്തപ്പെട്ട ആ സഹോദരി, ആ സഹോദരനെ എൻ്റെ ജീവിത പങ്കാളിയായി നൽകിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉത്തരവാദിത്തമാണ് മരണം വരെ ഞങ്ങൾ പിരിയത്തില്ലെന്നുള്ളത്. മരണം വരെ പിരിയത്തില്ലെന്ന്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദേവദാസനും നമ്മുടെ സഭയിലെ ബൈബിൾ ക്ലാസ് എല്ലാ സാറ്റർഡേ ഉണ്ടായിരുന്നു. നമുക്ക് ഹോള് ലഭ്യമല്ലാത്തത് കൊണ്ടാണ് അത് നടക്കാതെ പോകുന്നത്. ആ ബൈബിൾ ക്ലാസ്സിൽ അന്ന് പ്രിയ ഗിഫ്റ്റി ആൻറ്റിയുടെ അല്ലെങ്കിൽ ആൻ്റണിയുടെ പിതാവ് ഇരിപ്പുണ്ടായിരുന്നു. ആൻ്റണി ഇല്ലായിരുന്നു, ഗിഫ്റ്റി ആൻറ്റി ഇല്ലായിരുന്നു. അപ്പോൾ ആ പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, കേട്ടോ, ശ്രദ്ധിച്ച് കേട്ടോണോ, ആരാ കേൾക്കേണ്ടത്? എവിടെയുണ്ടോ? അത് നാട്ടിലാണോ? അങ്ങനെ അദ്ദേഹം പറഞ്ഞു, പ്രായമാകും തോറും കുടുംബജീവിതത്തിൻ്റെ മാധുര്യം കൂടും, മധുരം കൂടും എന്ന് പറഞ്ഞപ്പോൾ ഈ അപ്പച്ചൻ പറയും, പല്ല് കടിച്ച് ഉരുക്കി പോകുമെന്ന് ഇങ്ങനെ കടിക്കുന്നുണ്ടെന്ന്. അല്ല, എന്നാലും പല്ല് കടിച്ച് ഉരുക്കി പോകുന്നല്ല, പല്ല് കടിച്ചങ്ങ് അമർത്തണമെന്ന് ചിലത്. അദ്ദേഹം അതാ മീനിച്ചത്. ചിലതൊക്കെ നമുക്ക് സിങ്കാകാത്ത വിഷയങ്ങളുണ്ടെന്നേ. സ്തോത്രം. ഇപ്പം എൻ്റെ ഭാര്യയെ ഷോപ്പിങ്ങിന് പോയിട്ട് ഞാൻ പറയാറില്ലേ, ബൈ 1 get 1 ഫ്രീ. ഒരെണ്ണത്തിന് 1.99, 2 എടുത്താൽ 2 പൗണ്ട്, 1 എടുത്താൽ 1.99 എടുത്തോണ്ട് ഒരെണ്ണമായിട്ട്. നമ്മൾ ആദ്യം നോക്കുന്നത് ഈ ബില്ലിനകത്ത് എവിടെ ഗെറ്റ് ഫ്രീ ഉണ്ടായിരുന്നു അത് കൊണ്ടുവന്നോന്നാണ്. 1000 അല്ല 100 പൗണ്ടിൻ്റെ സാധനം മേടിച്ച് നമ്മൾ പിക്ക് ചെയ്യാൻ നമ്മളെപ്പോലെ വീരന്മാർ. സ്തോത്രം. ഞാൻ വിട്ടിട്ടുണ്ട്, എടി ഇത് കണ്ടോ, അപ്പോൾ ഇതെന്നാ ചെയ്യും? ഞാൻ പറഞ്ഞു, റിട്ടേൺ ചെയ്തിട്ട് ഒന്നുകൂടെ മേടിയിരുന്നു ബുദ്ധി ഞാൻ പറഞ്ഞു തരാം. സ്തോത്രം. മുന്തിരിങ്ങ മേടിച്ചത് ക്രഷാന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്തൊരു ഭാഷയെ പോലും എനിക്കറിയാം. ആ പുള്ളി ഞാനാകട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം ഈ ചതഞ്ഞത്, ഉടഞ്ഞത്, കരിഞ്ഞത്, പുകഞ്ഞത്, ദുർഗന്ധമുള്ളതൊന്നും നമുക്കിഷ്ടമില്ല. നമ്മൾ കൊണ്ട് തിരിച്ചു കൊടുക്കും. അതിനുവേണ്ടി പാണ്ട് 99 വീട് സാധനം മുടക്കാൻ വേണ്ടി 10 കൊണ്ട് ടാക്സി വിളിച്ച് വേണം പോകും. എങ്കിൽ ഈ ചതഞ്ഞതിനെ, ഉടഞ്ഞതിനെയും പുകഞ്ഞതിനെയും നാറ്റമുള്ളതിനെയും ചേർപ്പാനാണോ കർത്താവ് വരുന്നത്? അല്ല, അല്ലേ അല്ല. കുടുംബജീവിതത്തിൽ തീർക്കാൻ പറ്റാത്ത വിഷയങ്ങൾ ഉണ്ടാകരുത്. സ്തോത്രം. എവിടെയും വിഷയമുണ്ട്. എൻ്റെ വൈഫൊക്കെ പുലിയ, പക്ഷേ ഇതൊക്കെ നിർത്തിരിക്കുന്ന. ഇതിനൊരു കഴിവും വേണം. ഇല്ലേ സോണിച്ചാൻ പോയോ? ചാൻ ഇരുന്ന് ധ്യാനിക്കുക ഉണ്ടോ? നിങ്ങൾ ശ്രദ്ധിക്കുക. പാപം പുള്ളിയും ധ്യാനിച്ചുണ്ടോ?
നമ്മൾ സ്തോത്രം ചെയ്യണം ദൈവമക്കളെ. നീ സുന്ദരിയാന്നൊക്കെ പറഞ്ഞാൽ മതി, വെട്ടാനെടുത്ത വരുവാൾ താഴെ ഇട്ടിട്ട് പറയും ആണോ? മനസ്സിലെന്തായാലും പറഞ്ഞറിയോ, ഇതോ തീർക്കാൻ പറ്റണം. എനിക്ക് എന്താണെന്നറിയത്തില്ല, ഇന്ന് അത് പറയാനൊരു പ്രേരണ. ഞാൻ ഇതൊന്നും ഒരിക്കലും പറയത്തില്ല, പലതും പറയരുതെന്ന് വാക്ക് പൂട്ടിയ കാര്യമാണ് ഞാൻ മുമ്പേ പറഞ്ഞു പോയത് പോലും. ഒരിക്കലും പറയരുത് ചിന്തിച്ചാൽ. പക്ഷേ എന്തോ ഭാര്യ അങ്ങ് ഇഷ്ടപ്പെടണം. നീ എന്നാണേലും ഇനി നിങ്ങൾക്ക് ഇതിലും മേത്തരമായിട്ടൊന്നും കിട്ടാനൊന്നും പോകണില്ല. അതോർത്ത് ചിലർ പറയാം ഞാൻ ഉപവസിക്കുകയാണ്. എന്താ ഭാര്യ എന്ന് വണ്ടിയായിട്ട് പോയിരിക്കുകയാണ്. എന്താ നമ്മൾ ചിന്തിക്കുന്നത് എന്നാണെന്നറിയോ, അവൾ വരാൻ വേണ്ടി കർത്താവേ ദൂതനെ ഇറക്കണമേ. അതല്ല, കർത്താവ് എത്ര ഇടി മിന്നുന്നു, എത്ര വണ്ടികൾ ഇരിക്കുന്നു അല്ലേ. അയ്യോ, ആ സഹോദരി പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്, എനിക്കെതിരെ പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന അവൻ്റെ ഹൃദയത്തിലേക്ക് മടങ്ങിപ്പോകട്ടെന്ന്. വെടിപൊട്ടി നമ്മൾ വണ്ടി എടുക്കുക. ഭാഗ്യത്തിനായി ഓണടിച്ച് രക്ഷപ്പെടുത്തുന്ന എന്നെ. സ്തോത്രം. ഒന്ന് കര ഉയർത്തി സ്തോത്രം ചെയ്തേ. കുടുംബജീവിതത്തിൽ സന്തോഷം ഉണ്ടാകണം. അതിനുവേണ്ടി നിങ്ങൾ രണ്ടുപേരും ശ്രമിക്കണം. ഭാര്യയും ഭർത്താവും ശ്രമിക്കണം. എപ്പോഴും പറയണം യു ആർ ബ്യൂട്ടിഫുൾ. എന്നെ നോക്കി എൻ്റെ ഭാര്യ പറയാറുണ്ട്, ഇച്ചിരി കളർ കുറവുണ്ട്, ആരെക്കാളും ഇന്ന ആളെക്കാളും, പക്ഷെ സുന്ദരനാണ്. ഞാനിത് കേട്ടിട്ടുണ്ടല്ലോ. സത്യത്തിൽ ഇവിടെ ഇടിച്ച് തലയിടിക്കുന്ന മേളിച്ചെന്ന് പൊങ്ങിപ്പോയിട്ട് കാല പിടിച്ചിറക്കും. പോര് സ്തോത്രം. അല്ലെങ്കിൽ നമുക്ക് നിരാശയായി പോവും. നമ്മളെ ബേബിച്ചാനെ ഒന്ന് നോക്കുക, എല്ലാവരും ഒന്ന് നോക്കുക അങ്ങോട്ടൊന്ന്. ഒന്ന് കര ഉയർത്തി ബേബിച്ചാ, ഒന്ന് എഴുന്നേറ്റ് ബേബിച്ചാ ഒന്ന് എഴുന്നേറ്റ് ഒന്ന് എല്ലാവരും കാണട്ടെ. കണ്ടോ, ഞാനിതിൻ്റെ രഹസ്യം പറയാം. ഒരു മുടി എൻ്റെ പ്രായത്തെക്കാൾ 2 വയസ്സിന് എന്നെക്കാൾ ഇളയതായിക്കോട്ടെ, ഇളയതാ ഉണ്ടോ. ഞാൻ പറഞ്ഞത് ഈ ഒരു സ്പിരിറ്റ് നമ്മളിൽ ഉണ്ടാകണം. എന്നാന്നറിയോ, അദ്ദേഹത്തിൻ്റെ മുടി ഞാനിങ്ങനെ ഇടയ്ക്ക് നോക്കും, ഒരു മുടി പോലും നരയില്ലല്ലോ എന്ന്. പുള്ളിക്കാർ കണ്ടുപിടിക്കും. മനുഷ്യ ആലയത്തിൽ പോണതാ, തമാശല്ല. ഇത് ആർക്കാണ്ട് വേണ്ടിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ആടാ ആലയത്തിൽ പോയി, എവിടെ പോവാ. അന്ന് ഒരാഴ്ച മുഴുവൻ ജോലിക്ക് ബാർബിക്യൂവിനെ ഫുട്ബോൾ കളിച്ച ഒരു പാൻറ് ഷർട്ടോ അല്ലെങ്കിൽ ചുരിദാർ എടുത്തങ്ങോട്ട് ഇടും. എന്നിട്ട് വന്നിട്ട് പറയാം വിശുദ്ധാലങ്കാര വസ്ത്രം ധരിച്ച്. ഞാൻ അടുത്തിരിക്കുന്നവൻ പറയാം എൻ്റെ പൊന്നെ നിൻ്റെ മേൽ ദുർബോധമാണോ, എന്തോരം അസ്വസ്ഥതയാ എനിക്ക്. സ്തോത്രം. വിവാഹ പന്തിയിൽ നിന്ന്, അല്ലെങ്കിൽ വിവാഹ പന്തിയല്ല, ഒരു സമ്മേളനം, ഒരു ഇതിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു വിട്ടു. നിൻ്റെ വസ്ത്രം ചുളുങ്ങിയിരിക്കുന്നു, മുഷിഞ്ഞ വസ്ത്രം. എന്നാ ചിലവുണ്ട്, ഇതുകൊണ്ട് അങ്ങ് ഇസ്ത്രി ഇട്ടേക്കണം, അങ്ങ് അലക്കിയേക്കണം. ഞാൻ പറഞ്ഞതിലേക്ക് മടങ്ങി വരാം. യേശു കർത്താവ് എവിടെയെല്ലാം അത്ഭുതം നടത്തിയോ അവിടെയെല്ലാം ഈ അത്ഭുതത്തിൻ്റെ ഒരു സിറ്റുവേഷൻ ക്രിയേഷനിലേക്ക് വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ഈ അത്ഭുതം ആഗ്രഹിക്കുന്ന, വിടുതൽ ആഗ്രഹിക്കുന്നവൻ്റെ പ്രതികരണം അനുസരിച്ചും കൂടിയാണ്. അതിലേക്ക് ഞാൻ കയറുന്നില്ല. പക്ഷെ മോശയിലേക്ക് വന്നതുകൊണ്ട് മോശയുടെ ഒരു പ്രത്യേകത ഞാൻ നിങ്ങളോട് പറഞ്ഞങ്ങ് പ്രാർത്ഥിക്കാം. മോശയോട് കർത്താവ് പറയുകയാണ്, എഴുതിക്കൊണ്ട് വന്ന മെസ്സേജാണ് ഇതായിരുന്നു പ്രസംഗിക്കേണ്ട, പക്ഷെ അത് വേണ്ടെന്ന് നമുക്ക്. ഞാൻ ഈ മോശ നിൽക്കുന്നതോട് പറയാം. മോശയുടെ ഒരു പ്രത്യേകത പറയാം. അതിലോട്ടൊന്ന് വന്നോട്ടെ, ഒരു മിനിറ്റ്. 3:10 വായിച്ചേ. ആ മതി, അവിടെ ഒന്ന് നിൽക്കണമേ. നിങ്ങൾ ശ്രദ്ധിക്കണമേ. ആ സഹോദരി മാത്രം വായിച്ചോളൂ. ഇനി ദൈവം മോശയുടെ ഒരു കാര്യം പറയാൻ നിങ്ങൾ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ നിലയായിരിക്കണം നമ്മുടേത്. മോശയോട് ദൈവമാണ് പറഞ്ഞത്, നീ പോക, ഇസ്രായേൽ മക്കളെ, എൻ്റെ ജനത്തെ മിസ്രൈമ നുകക്കൈകളിൽ നിന്ന് വെടിവിപ്പാൻ ഞാൻ നിന്നെ അയക്കുന്നു, നീ പോക. മോശ പോയോ? മോശ പോയില്ല ദൈവമക്കളെ. ഞാൻ ഈ ഭാഗം കഴിഞ്ഞ ദിവസം വീണ്ടും 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 വായിച്ചു. മോശ പോയില്ല.
ഞാനെങ്ങാനും ആയിരിക്കണം ദൈവം തമ്പുരാൻ ഇറങ്ങി എന്നിട്ട് പറയുകയാണ്, പിക്കടാലിയിൽ ചെന്നിട്ട് അങ്ങോട്ട് സുവിശേഷീകരണം നടത്ത്, 1000 പേരെ ഇന്ന് മുഴുവൻ പറയണ്ട, കർത്താവ് ഞാനിവിടെ എത്തി അല്ലേ. മോശ അനങ്ങാപ്പാറ പോലെ നിന്നു. മോശ അനങ്ങിയില്ല. ദൈവം പറഞ്ഞ അടുത്ത കേൾക്കണോ? നിങ്ങൾ അന്നേരം മോശയുടെ മനോനിലയൊന്ന് മനസ്സിലാക്കണമേ. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകയാൽ കാലിൽ നിന്ന് ചെരുപ്പ് ഊരിക്കുക. ഊരി അനുസരിച്ചു. അപ്പം അനുസരിച്ച മോശയോടെ പറയുന്നത്, ഞാൻ നിന്നെ ഇസ്രായേൽ മക്കളെ മിസ്രയീമ്യരുടെ അടിമത്തത്തിൽ നിന്ന് വിടുവിപ്പാൻ ഞാൻ നിന്നെ അയക്കുന്നു, നീ പോകാം. അത് മോശ അനുസരിച്ചില്ല. അവിടെ തന്നെ നിന്നു. കാലേന്ന് ചെരുപ്പ് അഴിക്കാൻ പറഞ്ഞു പുള്ളി ഏറി. അപ്പം ദൈവം അടുത്ത സ്റ്റെപ്പ് പറഞ്ഞു, ഞാൻ നിനക്ക് മുമ്പായി എൻ്റെ ദൂതനെ അയക്കും. അനങ്ങാതെ നിൽക്കുന്ന മോശയോട് അടുത്ത സ്റ്റെപ്പ് കർത്താവ് എടുക്കുക. എന്താ? ഞാൻ നിനക്ക് മുമ്പായി എൻ്റെ ദൂതനെ അയക്കും. അടുത്തത്, മോശ അവിടെയും അനങ്ങുന്നതായിട്ടൊന്നുമില്ല. മോശ അവിടെ ഇങ്ങനെ നിൽക്കുക. അപ്പം നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ കേൾക്കും പിടികിട്ടും. ഒന്ന് പറഞ്ഞ് ചെരുപ്പ് അഴിക്കാൻ പറഞ്ഞ് ചെരുപ്പ് ഊരി. നീ പോകാമെന്ന് പറഞ്ഞിട്ട് പോയില്ല. അപ്പം പറഞ്ഞ് ഞാൻ നിനക്ക് മുമ്പായി എൻ്റെ ദൂതനെ അയക്കും. മോശ പറയുന്നുണ്ട്, നിന്റെ സാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ നീ എന്നെ അയക്കണ്ട. എന്താ പറഞ്ഞത്? നീ പോകാ, കൽപ്പനയാ. പോയില്ല, ഇങ്ങനെ നിൽക്കുക. ദൈവം പറഞ്ഞു ദൂതനെ അയക്കാൻ. ഞാൻ നിനക്ക് മുമ്പായി എൻ്റെ ദൂതനെ അയക്കൂടാ, പോ. മോശ പറയുകയാണ്, നിന്റെ സാന്നിധ്യം എന്നോട് കൂടിയിരിക്കണം. 3:12 ഒന്ന് വായിച്ചേ. ഒന്ന്, മോശ ദൈവസന്നിധിയിൽ അചഞ്ചലനായി നിന്നപ്പോൾ അടുത്ത സ്റ്റേറ്റ്മെന്റ് കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നോടുകൂടിയിരിക്കും. അടുത്തത്, ഞാൻ നിന്നെ അയച്ചതിന് ഇതൊരു അടയാളമാകും. 3:12. 3:14, ഞാനാകുന്നവൻ എന്നുള്ളവൻ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തക്ക നിലകളിൽ നീ ഫറവോനോട് പറ. 3:14 വായിച്ചേ. ആ 33:3 ഒന്ന് ജമ്പ് ചെയ്തിട്ട് മടങ്ങി വരാം. മതി. മോശയുടെ നിർബന്ധമായിരുന്നറിയാവോ? എനിക്കൊരു കൽപ്പന പോരാ. ദൈവമക്കളെ, ഇരു കാതും തുറന്നെന്ന് കേൾക്കണമേ. ഒരു വാക്ക് പോരാ. മോശ അവിടെ പറയുകയാണ്, നിന്റെ സാന്നിധ്യം എന്നോട് കൂടി ഇരിക്കണം. സാന്നിധ്യം മോശ അനുഭവിച്ചു. ആ സാന്നിധ്യം ഇരിക്കുമ്പോഴും ജനം ദുശാഠ്യം കാണിക്കുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഭാഗം? അപ്പം 33 വന്നപ്പോൾ കർത്താവ് പറയുകയാണ്, ബെറ്റർ മോശ, ഐ ആം റിമൈൻഡിങ് യു, ഐ വിൽ സെൻഡ് ആൻ ഏഞ്ചൽ. ഞാൻ ഏഞ്ചലിനെ തന്നെ അയക്കാം. ഞാൻ നിങ്ങളുടെ മധ്യേ ഇരുന്നാൽ നിങ്ങൾ ദുശാഠ്യമുള്ള ജനമാണ്. ഇത് കണ്ടിട്ട് ഞാൻ കോപിക്കും, ഞാൻ നിങ്ങളെ ദണ്ഡിപ്പിക്കും. അതുകൊണ്ട് ഞാൻ മാറി നിൽക്കാം. ഇത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാ മോശയോട് ദൈവം പറയുകയാണ്, ഇത് എൻ്റെ ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല, ഇത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് കൂടെ സാന്നിധ്യമായി നിൽക്കാം. എൻ്റെ ദൂതൻ നിനക്ക് മുമ്പടയായി പിൻപടയായി ഉണ്ടാകും. പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിസ്തംഭമായി എൻ്റെ സാന്നിധ്യത്തിൻ്റെ നിഴലിൻ കീഴിൽ നിങ്ങളുണ്ടാകും. പക്ഷേ ഞാൻ നിങ്ങളുടെ മധ്യേ നടക്കുന്ന പരിപാടി നിർത്തുക. എൻ്റെ ദൈവമക്കളെ, ഞാൻ ഈ ഭാഗമൊക്കെ വായിച്ചിട്ട് പിന്നെയും ക്യൂരിയോസിറ്റി ആയി.
ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് മൈൻഡോടുകൂടി ഞാൻ ഈ ഭാഗം വായിച്ചു. 23:20 വരാം. അതെ, അവിടെ 23:2 തോന്നുന്നു. എൻ്റെ നാമം അവനിലുണ്ട്. അതോ 23:20 തന്നെയാണോ? വായിച്ചേ. മതി. അവൻ മുമ്പായി നടക്കും, അവനോട് വിഘടിക്കരുത്. 34:9 വന്നപ്പോൾ മോശ, നിങ്ങൾ ചിന്തിക്കണം. ഇനി ഞാൻ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു പോകാം. നീ പോകാമെന്ന് പറഞ്ഞു, നമ്മളത് അനുസരിച്ചില്ല എന്ന് പറയുന്ന മോശ ബേസിക്കലി, ഞാൻ നിനക്ക് മുമ്പായി എൻ്റെ ദൂതനെ അയക്കാം, നിൻ്റെ സാന്നിധ്യം എന്നോട് കൂടി ഇരിക്കണം, നീ എന്നോടുകൂടി ഇരിക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ദുശാഠ്യമുള്ള ജനമാകയാൽ ദൈവസാന്നിധ്യം പൂർണ്ണമായിട്ട്, പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിസ്തംഭം, സാന്നിധ്യമൊക്കെ ഉണ്ടെങ്കിലും 34:9 വന്നപ്പോൾ മോശ നെടുമ്പാട് വീഴുകയാണ്. എന്താ പറയുന്നറിയോ? വായിച്ച മക്കളെ, നിനക്ക് എന്നോട് കൃപയുണ്ടെങ്കിൽ കർത്താവേ നീ ഞങ്ങളുടെ മധ്യേ നടക്കണമേ എന്ന് പറഞ്ഞു. 33:17 എന്ന് വായിച്ചേ. ആ ആ ആ ആ ആ മതി. കണ്ണുകളിൽ അടയ്ക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ച് ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാം. മോശയെ ഒരു വലിയ ദൗത്യം കർത്താവ് ഏൽപ്പിക്കുകയാണ്. ദൗത്യം ഏൽപ്പിക്കുമ്പോൾ ദൗത്യം മോശ കേട്ടു. ബ്ലൂ പ്രിൻ്റ് കൊടുത്തിട്ട് മോശ പറഞ്ഞു, എനിക്ക് ദൂതനും വേണ്ട, എനിക്ക് സാന്നിധ്യം, അഗ്നിസ്തംഭം, മേഘസ്തംഭം ഇതൊക്കെ ഉണ്ട്, ഇതെല്ലാം ഓക്കെയാണ് കർത്താവേ. പക്ഷേ എൻ്റെ പ്രശ്നം ഇതൊന്നുമല്ല. എൻ്റെ പ്രശ്നം എന്നാണെന്ന് ചോദിച്ചാൽ, എനിക്ക് നിന്നെയാണ് വേണ്ടത്. എനിക്ക് സാന്നിധ്യം ഇല്ലെങ്കിൽ അയക്കരുത് എന്ന് പറഞ്ഞു. സാന്നിധ്യം കൂടെ ഇരിക്കുമ്പോൾ തന്നെ ഇവർ വ്യതിചലിക്കുന്നു. മോശയ്ക്ക് ദൈവത്തോട് പറയുന്ന ഒരു പദമാണ്, കർത്താവേ നീ പല നിലകളിൽ നിൻ്റെ സാന്നിധ്യത്തിൻ്റെ പ്രകടനങ്ങൾ നടത്തി, നിൻ്റെ സാന്നിധ്യം എന്നോട് കൂടെ ഉണ്ടെന്ന് അറിയത്തക്ക നിലകളിൽ നീ ഇടപെട്ടും കൊണ്ടിരുന്നു. പക്ഷെങ്കിൽ എൻ്റെ ഒരു വിഷയം പറയാം, എനിക്ക് സാന്നിധ്യം പോരാ. സാന്നിധ്യം ഷുഡ് ബിക്കം എ പ്രസൻസായി തീരണം. ആ സാന്നിധ്യമുണ്ടല്ലോ ഒരു പ്രസൻസായി, അതായത് അറിയത്തക്ക നിലകളിൽ, ആളത്വത്തിൽ. എന്നിട്ട് ആ മോശ ചോദിക്കുന്നത്, എനിക്ക് നിന്നെ ഒന്ന് കാണണം. സാന്നിധ്യം കാണാൻ പറ്റുന്നില്ലേ? പകൽ മേഘസ്തംഭം കാണാൻ പറ്റുമല്ലോ, രാത്രി അഗ്നിസ്തംഭം കാണാൻ പറ്റുമല്ലോ. എപ്പോൾ മേഘം പൊങ്ങുന്നു അപ്പോൾ കൂടാരം എടുക്കുന്നു, നടക്കുന്നതെല്ലാം സാന്നിധ്യത്തിൻ്റെ ദൂതന്മാർ ചെങ്കടലിന് മുമ്പിൽ വന്ന് പിൻപിലേക്ക് പോകുന്നത് കാണാൻ കഴിയുന്നു, എല്ലാം അറിയാൻ കഴിയുന്നു. അതല്ല മോശ ആഗ്രഹിച്ചത്. ലിറ്ററലി ഐ വാണ്ടഡ് ടു സീ യു. എനിക്ക് നിൻ്റെ നിഴലും, സാന്നിധ്യം നിഴലാ ചിലപ്പോൾ അല്ലേ, സാന്നിധ്യം നിഴല. വിശ്വാസം കാഴ്ചയാലല്ലെന്ന് പറഞ്ഞാൽ സാന്നിധ്യം അങ്ങനെ പ്രസൻസിൻ്റെ ഒരു രീതി ദൈവത്തിൻ്റെ ആ അരൂപിത്വത്തിലാണ്, അല്ലെങ്കിൽ അദൃശ്യത്വത്തിൽ നിൽക്കുകയാണ്. മോശ പറയാണ്, ദാറ്റ്സ് ഇനഫ് നൗ. എനിക്കതൊന്നുമല്ല എൻ്റെ വിഷയം കർത്താവേ, എനിക്ക് നിന്നെ കാണണം. മോശയോട് ദൈവം പറയാം, എടാ ഞാൻ നിന്നോട് കൂടി ഉണ്ടല്ലോ, എൻ്റെ വടിയും കൊല്ലുന്നതിന് അതെല്ലാം ശരി കർത്താവേ, പക്ഷെങ്കിൽ ഐ വാണ്ടഡ് ടു സീ യു. എനിക്കെൻ്റെ കണ്ണിൽ നിന്നെ ഒന്ന് കാണണം, എനിക്ക് നിന്നെ കാണണമെന്ന് പറഞ്ഞു. മോശ പ്രതികരിച്ചതിനെ ഉണ്ടല്ലോ, ഭൂമിയിൽ അങ്ങനെ ആരും ചോദിച്ചിട്ടില്ല. മോശ ചോദിച്ചതുപോലെ എനിക്ക് നിന്നെ കാണണം. കർത്താവ് പറയുന്നു, നിനക്ക് എന്നെ കാണാൻ കഴിയത്തില്ല. അതൊന്നും എനിക്ക് വിഷയമുള്ള കാര്യമല്ല. നീ വിചാരിച്ച എന്താ നടക്കാത്തത്? എന്നെ കാണാൻ പറ്റുന്ന ഒരു തരത്തിലേക്ക് മാറ്റുമോ നീ? അല്ലേ? മോശയുടെ പിടിവാശി അതൊക്കെ ആയിരിക്കാം. യാക്കോബ് പറയുന്നുണ്ട്, എനിക്ക് എന്ത് വിഷയമാണ്, ഞാൻ നിന്നെ വിടത്തില്ല. ഉഷസ് എന്നും ഉണ്ടാകുന്ന വിശ്വസേ,
അവൻ്റെ യാക്കോബിൻ്റെ ഉപായിയല്ലേ, ഭാഷ ഇതൊക്കെ വിഷതൊക്കെ ഉണ്ടാകട്ടെ, അതൊക്കെ എനിക്കറിയാം. പക്ഷെ നമ്മുടെ കാര്യം തീർക്കുക ആദ്യം. ഇതേ നിലയിലാണ് മോശ പറയുന്നത്, കർത്താവേ, എനിക്ക് ഏഞ്ചലിനെ അല്ല വേണ്ടത്, എനിക്ക് വേണ്ടത് നിൻ്റെ സാന്നിധ്യത്തിൻ്റെ ആ പ്രഭയല്ല. ഐ വോണ്ട് ടു സീ യു. നീ എന്നോടുകൂടെ ഇരിക്കുന്നു എന്ന് എനിക്കറിയണം. മോശയുടെ പ്രതികരണം മോശയ്ക്ക് അനുഗ്രഹമായി തീർന്നു. ദൈവമക്കളെ, നമ്മൾ ദൈവസഭയിൽ ഏത് നിലയിൽ ദൈവത്തോട് പ്രതികരിക്കുന്നു എന്ന് ഒരു പാസ്റ്റർ എന്നുള്ള നിലയിൽ ഞാൻ നോക്കും. അദ്ദേഹത്തെ കൊണ്ട് പാട്ട് പാടിപ്പിച്ച് അദ്ദേഹം കൈ കാണിക്കുമ്പോൾ അങ്ങനെ പോരാൻ പറഞ്ഞാൽ എനിക്ക് ഒരു കണ്ണ് കാണിച്ചാൽ മതി, എനിക്കറിയാം, എനിക്ക് കയറി പോന്നാൽ പോരെ. പക്ഷെ ഞാനെന്തിനാ, നിങ്ങൾ എന്തുമാത്രം ദൈവത്തോട് ആരാധനയിൽ പ്രതികരിക്കുന്നുണ്ട്? സോണി ബ്രദറിൻ്റെ വാക്ക് കേട്ടിട്ട് പ്രതികരിക്കാനാണെങ്കിൽ ഇത് കഴിയുമ്പോൾ അദ്ദേഹം പറയാൻ പോകുന്നുണ്ട്, എല്ലാവരും പോയി എനിക്ക് ഫുഡ് മേടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രതികരിക്കുമോ? അല്ല, ആത്മനിറവിൻ്റെ കാര്യമാണ് പുള്ളി പറയുന്നത്. അതുകൊണ്ട് നമ്മൾ വിഘടിക്കാതെ അനുസരിക്കുക, അല്ലേ? ആണെന്നുള്ളവരൊന്ന് കര ഉയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്തേ. അപ്പം ദൈവ സാന്നിധ്യത്തോട് പ്രതികരിക്കുകയും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ പ്രതികരിച്ചപ്പോൾ എല്ലാം സഭയിൽ വിടുതൽ നടന്ന ദൈവമക്കളെ, സഭയിൽ നിങ്ങൾ ദീർഘകാലമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വിഷയത്തിൻ്റെ മേൽ നിങ്ങളെപ്പോലെ തന്നെ പ്രാർത്ഥിച്ച ദൈവമക്കൾ വിടുതൽ പ്രാപിക്കുമ്പോൾ നിങ്ങളെ തിരിച്ചറിയണം, ഈ വിഷയത്തിൻ്റെ മേൽ ആ വ്യക്തി എടുത്ത നിലപാട് എന്താ. മോശയെടുത്ത നിലപാടാണ് ഞാനൊന്ന് പറഞ്ഞത്. യായിറോസിൻ്റെ മകളുടെ കാര്യമാകട്ടെ, നൈനിലെ വിധവയുടെ കാര്യമാകട്ടെ, ലാസറിൻ്റെ വീട്ടിലെ കാര്യമാകട്ടെ, കാനാവിലെ കല്യാണത്തിൻ്റെ വീട്ടിലെ കാര്യമാകട്ടെ, പ്രതികരിച്ചോ. യേശു മനസ്സലിയണമെങ്കിൽ യേശുവിൻ്റെ മുമ്പിൽ അവരെ തന്നെ പ്രതികരിച്ച ഒരു നിലയുണ്ട്. ഈ പ്രതികരണത്തിലാണ് ദൈവം വിടുതലയക്കുന്നത്.